അവിടെ എന്തോ പറഞ്ഞ് തുടങ്ങണമെന്നൊന്നും എനിക്കങ്ങോട്ടൊരു പിടുത്തം കിട്ടുന്നില്ല. ഒരു 2 ദിവസം മുമ്പ് നമ്മൾ ന്യൂസിനകത്ത് കണ്ടു ഒരു 1.5 വയസ്സുള്ള ഒരു കുഞ്ഞിനെ 2 കയ്യും തല്ലി ഒടിച്ച് വെച്ചിട്ട് സൈക്ലിംഗ് വീണയാണെന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ആ വീഡിയോ ആ സമയത്ത് വൈറലായെന്ന് വെച്ചാൽ എനിക്കറിയാം. ഇതിൽ കുഞ്ഞ് മരണപ്പെട്ടതിന് ശേഷമായിരിക്കും പക്ഷേ ഈ വീഡിയോ വൈറലായിരിക്കുന്നത്. അല്ലെങ്കിൽ ഉറപ്പായിട്ടും ഒരു സാമാന്യ ബുദ്ധിയുള്ള ഒരാൾ എപ്പോഴും ആലോചിക്കുന്നൊരു കാര്യമാണ് 1.5 വയസ്സുള്ള കൊച്ചു ഏത് സൈക്കിളിൽ കയറാനാണ്. അല്ലെങ്കിൽ ഈ സൈക്കിളിൽ വീണ് കഴിഞ്ഞാൽ തന്നെ 2 കൈയും എങ്ങനെ ഒടിക്കും. ആ കുഞ്ഞിൻ്റെ ഇരിപ്പ് കാണുമ്പോൾ ഭയങ്കര വിഷമം വരുന്നുണ്ട്. ഞാൻ ഇന്നലെയും കൂടി എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അടുത്ത് പറഞ്ഞാണ്, ഇവിടെ ഞാൻ തലേന്ന് രാത്രി ഒട്ടും ഉറങ്ങിയിട്ടില്ല. അവൻ ചോദിച്ചു എന്ത് പറ്റി? ഞാൻ പറഞ്ഞു എനിക്ക് കണ്ണടയ്ക്കുമ്പോഴത്തേക്ക് ആ കൊച്ചിൻ്റെ മുഖം ഇങ്ങനെ മനസ്സിലോട്ട് കയറി ഇവിടെ എങ്ങനെ ഉറങ്ങാനാണ്. ഇവിടെ എങ്ങനെയാണ് മനുഷ്യർക്ക് ഇത്ര ക്രൂരനാവാൻ നോക്കുന്നത്? എങ്ങനെയാണ് നമുക്ക് എന്നെ കൊണ്ടൊക്കത്തില്ല എന്ന് പറഞ്ഞ ഒരു എലിക്കുഞ്ഞ് ഇവിടെ കിടന്നാൽ പോലും എനിക്ക് അതിനെ എടുത്ത് വെളിയിലോട്ട് കളയാൻ പോലുള്ള ഇതില്ല എനിക്ക് എന്നെ കൊണ്ട്. ഒരു കുഞ്ഞിനെ ചെയ്തു വെച്ചിരിക്കുന്നു നോക്കി, 2 കൈയും തല്ലി പിടിക്കുക. ഇവിടെ ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് വരുന്ന റിപ്പോർട്ട് പ്രകാരം 91 മുറിവുകളാണ് ഇൻറ്റേർണൽ ഓർഗനിൽ ഉൾപ്പെടെ. വാരിയിൽ ഒടിഞ്ഞിട്ട് അത് ലെൻസിൽ എവിടെ കണ്ടൊക്കെ കയറി. അതാണ് പ്രശ്നം, കുഞ്ഞിൻ്റെ മരിക്കാനുള്ള കാരണം. തലയ്ക്ക് ബാക്കിലായിട്ട് ഫുള്ള് നീർക്കെട്ടും ചതഞ്ഞിട്ടൊക്കെ ഇരിക്കുകയാണ് കുഞ്ഞിൻ്റെ. അത് എന്തു ആലോചിച്ച് കൂടി. നമുക്ക് ഈ 10-30 വയസ്സായിട്ട് പോലും നമുക്ക് എന്തെങ്കിലും ഈ നഖമൊന്നും ഇളവിപ്പോയാൽ പോലും നമ്മളെ കൊണ്ടൊക്കത്തില്ല. എപ്പോഴെങ്ങനെയാണ് ഒരു മെറ്റൽ വെച്ചൊക്കെ പൊള്ളിക്കുക, സിഗരറ്റ് കുത്തുക, ഡയറക്റ്റ് തീയടിപ്പിക്കുക. ഇത് വല്ലാത്ത ഒരു കാലഘട്ടത്തിലോട്ട് ആയി കഴിഞ്ഞു. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാം ഒറ്റപ്പെട്ട സംഭവമാണ്. ഇത് ഒറ്റപ്പെട്ട സംഭവം അല്ലത്. ഇനി ഇത് ഒറ്റപ്പെട്ട സംഭവം തന്നെ ആയിക്കൊണ്ടിരിക്കട്ടെ, പക്ഷെ ഇതിന് തക്കതായ ശിക്ഷ നമ്മുടെ ഗവൺമെൻറ് കൊണ്ടുവന്നേക്കത്തുള്ളൂ. നമ്മുടെ ഈ നടക്കുന്ന എല്ലാ ക്രൈമിൻ്റെയും 1-ാം പ്രതി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ നിയമമാണ്. 1-ാം പ്രതി നമ്മുടെ നാട്ടിലെ നിയമമാണ്. അത് ഉറപ്പായിട്ടാണ്. കാരണം നാളെയും ഇത് ചെയ്യാൻ ഓരോരുത്തരെ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള നിയമമാണ് നമ്മുടെ നാട്ടിലുള്ളത്. തിന്നും കയറ്റി ജയിലിൽ കൊണ്ടിടും. അവൻ അടുത്ത കഴിയുമ്പോൾ ഒരു അടിപൊളി ഒരു സുന്ദര കുട്ടപ്പനായിട്ട് ഇറങ്ങിയിട്ട് അവൻ വീണ്ടും അടുത്ത പരിപാടി പിടിക്കും. അവിടെ ആ നിയമം മാറ്റണം. ആ കുഞ്ഞനുഭവിച്ചിട്ടുണ്ട് 1 ഇരട്ടി പോലും ഇവൻ അനുഭവിച്ചിട്ടില്ല ഇതുവരെ. തിരിച്ചു കൊടുക്കണം അവനും അവൾക്കും. അവളെ ഞാൻ തള്ളയെന്നോ അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്നോ അവളെ ഞാൻ വിളിക്കത്തില്ല. അവളെ വേറെന്തെങ്കിലും വിളിക്കാനുണ്ടെങ്കിൽ അതേ ഞാൻ വിളിക്കത്തുള്ളൂ. പിന്നെ ആ തന്തയില്ലാത്ത അഷ്കർ എന്ന് പറയുന്ന ആ തന്തയില്ലാത്തവൻ അവൻ ആ കൊച്ചിൻ്റെ അടുത്ത് ചെയ്തേ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നമ്മൾ ഈ രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയിട്ട് വെട്ടാനും കൊല്ലാനും നടക്കുന്ന എത്ര പേരുണ്ടേ? എന്തിന് ഈ കൊട്ടേഷൻ കൊടുത്ത് കൊല്ലുന്ന എത്ര പേരുണ്ട്? ഇവർക്ക് ആർക്കെങ്കിലും ഒരു നല്ല കാര്യം നിങ്ങൾക്ക് ജീവിതത്തിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളവന്മാരെ നരകിപ്പിച്ച് തീർക്കണം. ഒരു നല്ല കാര്യം നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നാളെ ഈ കൃത്യം ചെയ്തിട്ട് നിങ്ങൾ നാളെ ഒരു 10-12 അല്ലെങ്കിൽ 20 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് നിങ്ങളൊരു MP ആയിട്ടോ ഒരു പ്രധാനമന്ത്രിയായിട്ടോ നിൽക്കും. ഈ നാട്ടിലെ ജനങ്ങൾ, ഈ ഇന്ത്യൻ രാജ്യം മൊത്തത്തിൽ നിങ്ങൾക്ക് കൂടെ നിന്ന് നിങ്ങളെ ജയിപ്പിക്കും. വെറുതെ പറയല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഒരൊറ്റനെ കൊല്ലണോ തോന്നുമ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ളവന്മാരെ തെരഞ്ഞു പിടിച്ചങ്ങ് കൊല്ല്. അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവരുടെ കയ്യോ കാലോ കണ്ണോ എന്തെങ്കിലും വെച്ചാൽ കുത്തിപ്പൊട്ടിക്കുക. ആർക്കും ഒന്നും പോകത്തില്ല. നിങ്ങളെ ഒരു കുറ്റവും പറയത്തില്ല. നിങ്ങൾക്ക് വേണ്ടി കൈയടിക്കും ജനങ്ങൾ. ആകാശത്തില്ലെങ്കിയോ അർജുനായിക്കോ അല്ലെങ്കിൽ മരടനീശോ. നിങ്ങളെ കൊണ്ട് ഒക്കുന്ന നിങ്ങൾ ചുമ്മാ ഈ ഫേസ്ബുക്കിൽ അവിടെ കിടന്നിട്ട് ഗർവാണ് അടിച്ചു വിടാതെ നിങ്ങൾ ഇങ്ങനെയുള്ളവന്മാരെ തെരഞ്ഞു പിടിച്ച് അങ്ങ് കൊല്ലുക, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുക, കുത്ത്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ കൈയടിക്കാം. ഞാൻ പാർട്ടിക്കാരനൊന്നുമല്ല, ഒരു പാർട്ടിയിലും ഇല്ല. പക്ഷെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൈയടിക്കാം. നിങ്ങൾ പറയുന്ന ആശയങ്ങളോട് ഞാൻ യോജിക്കാം. ഇവിടെ നിയമം എന്ന് പറയുന്ന സാധനം നമ്മുടെ നാട്ടിൽ ഒരുപാട് മാറേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ മാറ്റേണ്ടിയിരിക്കുന്നു. ഇത് പണ്ടേറെ കാരണവന്മാർ എഴുതി വെച്ച പോലെ ഇപ്പോഴും പോവുകയാണ്. 12 വർഷം പോകും. നീ പോയി ചിക്കൻ തിന്ന്, നീ പോയി മട്ടൻ തിന്ന്, ജയിലിൽ പോകും. ശരിയാവുന്നില്ലേ? നിയമം എന്ന് പറയുന്ന സാധനം ഭയങ്കര ഫ്ലോപ്പായിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ കാലത്ത്. ഏത് നമ്മുടെ ഈ കേരളം എന്നല്ലേ, ഇന്ത്യയിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ലോകത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ക്രൈം നടക്കുന്നത് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ആയിരിക്കും.
എന്തിനാണ് ഈ ഗാസയിലെ കുഞ്ഞുങ്ങളെ കൊന്നപ്പോൾ കിടന്ന് കുറേ ടീമുകൾ ഇപ്പം അനങ്ങിയിട്ടില്ലല്ലോ. ആർക്കും പ്രതിഷേധിക്കണ്ട, ആർക്കും ഒന്നും ചെയ്യണ്ട. ശരിയാവുന്നില്ല. എടാ ഒരുത്ത് മുന്നിട്ടിറങ്ങി, എന്നെ കൊണ്ടൊക്കത്തില്ല. ഒരുത്തരെ കൊല്ലാനോ പിടിക്കാനൊന്നും എന്നെ കൊണ്ടൊക്കത്തില്ല. ഇങ്ങനെ കൊല്ലാനോ അല്ലെങ്കിൽ മെൻറ്റാലിറ്റി ഉള്ള ആരെങ്കിലും മുന്നിട്ടിറങ്ങിയിട്ട് നിങ്ങൾ ഫേസ്ബുക്കിൽ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസ്റ്റ് ഇടും, നിങ്ങൾ ഈ പറഞ്ഞ എന്തോ എൻ്റെ പേര് അഷ്കറിനെ ആരെങ്കിലും ജാമ്യത്തിലാക്കിത്താ, ഞാൻ കൊന്നോളാം, എൻ്റെ കുടുംബം നോക്കിയാൽ മതി, അല്ലെങ്കിൽ എനിക്ക് ഇത്ര രൂപ തന്നാൽ മതി. എടാ എല്ലാവരും കൂടി പിരിവിട്ട് നമ്മൾ തരാടേ. തമാശ ഞാൻ തരാം, പിരിവിടാൻ ഞാൻ തയ്യാറാണ്. ഇവളെ കൊല്ലാനോ അല്ലെങ്കിൽ ഇവർക്ക് വേണ്ട ഒരു നിയമത്തെ എന്തായാലും ആശ്രയിക്കുന്നതുകൊണ്ട് ഒരു കാര്യമില്ല. പക്ഷെ അല്ലാതെ എങ്ങാനും ഇവന്മാരെ എന്തെങ്കിലും ചെയ്യാനൊക്കെ എന്തെങ്കിലും പിരിവിടാൻ ഞാൻ തയ്യാറാടേ. അങ്ങനെ ഒരു മുന്നോട്ട് വന്നാൽ മതി. അല്ല എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ അഷ്കർ എന്ന് പറയുന്നത് തീ വെച്ചിട്ടുണ്ടല്ലോ, തീ വെച്ചിട്ട് അങ്ങ് അണയ്ക്കണം. അങ്ങനെ ഇവനെ ദേഹം ഫുള്ള് തീ വെച്ച് ഇവനെ കൊല്ലരുത്. കൊല്ലാതെ ഇവനെ അണച്ചിട്ട് അവനെ കൊണ്ടങ്ങ് ഇടണം. അവൻ നീറി കിടക്കണം അവനെ. അതാണ് അവനെ ചെയ്യേണ്ടത്. എങ്ങനെ സാധിക്കുന്നതെന്ന് അറിയാത്ത സിനിമയിൽ പോലും ഈ പറഞ്ഞ ബ്രൂട്ടാലിറ്റി ഇന്നേ വരെ കാണിച്ചിട്ടില്ല. സിനിമയിൽ പോലും ഈ പറഞ്ഞ കുഞ്ഞുങ്ങളോട് ഈ കാണിക്കുന്ന ഈ ബ്രൂട്ടാലിറ്റി ഇതുവരെ കാണിച്ചിട്ടില്ല. എസ്റ്റിൻ ഫേസിലൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്, പക്ഷെ നമുക്കതിനെക്കുറിച്ച് തെളിവില്ല. പക്ഷെ ഇത് കണ്ട നെടുമങ്ങാട് നമ്മുടെ തിരുവനന്തപുരം എല്ലാവരും നാട്ടുകാരെ കുറ്റപ്പെടുത്തുന്നത്. നമ്മുടെയൊക്കെ വീട്ടിൽ കുഞ്ഞു കിടന്ന് കരയുമ്പോൾ നമ്മുടെ നാട്ടുകാർ വന്നിട്ട് ചോദിക്കുമോ? ചിലപ്പോൾ ചോദിക്കും. അത്ര അയലക്കോളം അവർ ചോദിക്കും, എന്തുവിനും അടി കൊച്ചു കിടന്ന് കരയുന്നത്, നീ അടിച്ചോ? എടാ ആ വീടെന്ന് പറയുന്നത് ഒരു പട്ടിക്കാട്ടിൽ ഒരു അങ്ങേ അറ്റത്ത് എവിടെ കണ്ട ഒരു കുഴിയിലൊക്കെയാണ് ആ വീടുള്ളത്. കുറഞ്ഞ നിരച്ചുന്ന ആൾക്കാർ വന്ന് ശ്രദ്ധിക്കാനൊന്നും പോകുന്നില്ല. സത്യം പറയും, ഈ ഇൻസിഡൻറ്റ് 2 ദിവസമായിട്ട് ഉറക്കിയിട്ടില്ല. എനിക്ക് ആ കൊച്ചിൻ്റെ ആ മുഖം കാണുമ്പോൾ തന്നെ എന്തോ പോലെ എന്ത് നിഷ്കളങ്കതയാണ് ആ കുഞ്ഞിന്. ഇവിടെ എങ്ങനെ തോന്നിയിടാ? ഇനിയൊന്നും നുള്ളാൻ പോലും തോന്നുന്നില്ലല്ലോ. ഇങ്ങനെ തോന്നിയിടാ അതിനെ സിഗരറ്റൊക്കെ വെച്ച് കുത്താനും അതിനെ കൈ പിടിച്ച് കുടിക്കാനും നെഞ്ചത്തൊക്കെ ചവിട്ടാനും. എന്താടാ അത്? പൂച്ചയ്ക്ക് എലീനെ ഇട്ട് കൊടുക്കുന്നവർക്ക് ആ താഴെ വിളിച്ച് ആ കൊച്ചിനെ അവരിട്ട് കൊടുത്തിട്ട് പോയത് പൂണ്ടച്ചി. അവനെ കൊല്ലുന്നതിന് മുമ്പിട്ട് അവളെ അടിച്ചു തീർക്കണം. അവരുടെ സുഖത്തിന് വേണ്ടിയിട്ടാണ് കണ്ടോ മറ്റവൻ്റെ കൂടെ നടക്കുന്നത്. നമ്മുടെ നാട്ടിൽ നിയമങ്ങൾ മാറാതെ നമ്മൾ ഇതുപോലെ ഇരുന്ന് വീഡിയോ ഇടാമോ, കുറച്ച് ഹാഷ്ടാഗ് ഇടാമോ, അല്ലെങ്കിൽ കുറച്ച് എന്തെങ്കിലും പ്രൊട്ടസ്റ്റ് ചെയ്യാമെന്നല്ലാതെ ഒരു കാര്യമില്ല. അവരിറങ്ങി വരും, അവർ സുഖമായിട്ട് കൂളായിട്ട് ഇറങ്ങി നടക്കും. അവന് അടുത്ത ഡാൻസ് ടീച്ചറെ അല്ലെങ്കിൽ ഏതെങ്കിലും അവൻ പിടിച്ച പെണ്ണുങ്ങളെ തേടി പോകും, അവരുടെ ജീവിതം ഉണ്ടാക്കും. അവന് ഒന്നൊന്നുമല്ല, അവൻ്റെ ആദ്യ ഭാര്യ മരിച്ച്, സെക്കൻഡ് ഭാര്യനെ എന്തോ അടിച്ച് കൊന്ന് ഒരു സജീവ ശവമാക്കി ഇട്ടിട്ടുണ്ട്. മൂന്നാമത് ഈ കൊച്ചി, പിന്നെ ഈ ഇവിടെ ഹസ്ബൻഡ്, മറ്റേ ആദ്യ ഭാര്യയുടെ അനുജൻ, കുറേ നീളുന്നുണ്ട് പൈ. ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ഒരു രാഷ്ട്രീയത്തോട് ഞാൻ എതിർപ്പുള്ള പാർട്ടിയൊന്നുമില്ല. ഞാൻ എല്ലാ രാഷ്ട്രീയത്തെയും അതുകൊണ്ടേതായ രീതിയിൽ ആശയങ്ങൾ വായിച്ചും ഒക്കെ ഉള്ള ഒരാളാണ്. പക്ഷേ എങ്കിലും UP മോഡൽ എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ട്, എൻകൗണ്ടർ തീർക്കണമെന്ന്. എൻകൗണ്ടർ തീർക്കരുത്, കിടക്കണം. മുതുകത്ത് സ്പൈനൽ കോഡിന് വെടിവെച്ച് വിട്ടേക്കണം. എഴുന്നേറ്റ് നടക്കരുത്, അവിടെ കടന്ന് നരയിക്കണം. ആ രീതിയിൽ വേണം ശിക്ഷ കൊടുക്കാൻ. ഇവനെ കൊല്ലരുത്, ഇവനെ തൂക്കിലേറ്റാനോ ഒന്നും വിധിക്കരുത്. ഇവനെ കിടത്തിക്കണം. ഇവൻ അനങ്ങാൻ പോലും ഒക്കരുത്. ഇവൻ എന്തിനാണ് ജീവിക്കുന്നതിന് ഇവന് തന്നെ കുറ്റബോധം നേരിട്ട് ഇവൻ തീരണം. ആ രീതിയിലാണ് ഇങ്ങനെ ശിക്ഷ കൊടുക്കാൻ. ഒക്കുന്നൊരു നിയമം എങ്ങനെയെങ്കിലും നമ്മുടെ നാട്ടിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതിനി എന്ത് ചെയ്യാൻ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഗവൺമെൻറ് ചെയ്യണത്. കുട്ടികൾക്കെതിരായിട്ടും സ്ത്രീകൾക്കെതിരായിട്ടും ഈ പ്രായപൂർത്തിയാവാത്ത ഏത് പിള്ളേരെ, കുട്ടിയെന്നില്ല, ആണെന്നില്ല, പെണ്ണെന്നില്ല, അതിനെ എന്തെങ്കിലും ഉപദ്രവിക്കുകയോ പീഡിപ്പിക്കുകയോ എന്തെങ്കിലും, പ്രായപൂർത്തിയായവരെ വേറെ ഓക്കെ, ഞാൻ അങ്ങനെയല്ല പറയുന്നത്. പീഡിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് ആരായാലും വിടണം തന്നെയാണ്. പക്ഷേ ഇതൊക്കെ കുറേയും കൂടി ഇത്രയും ബ്രൂട്ടാലിറ്റി ആയിട്ട് തീർക്കുന്നതിനെയൊക്കെ ആ രീതി തന്നെ കൈകാര്യം ചെയ്താലേ പറ്റുള്ളൂ. നിയമം മാറാതെ ഒന്നും മാറില്ല. വെറുതെ നമ്മളിരുന്ന് കൊണ പറയാമെന്നല്ലാതെ, കുറച്ച് ഹാഷ്ടാഗ് ഇടാമെന്നല്ലാതെ
കുറേ സ്റ്റാറ്റസ് ഇടാമെന്നല്ലാതെ ഈ നാട്ടിൽ ഊമ്പിയ നിയമം മാറാതെ ഒരു സാധനം മാറാൻ